ഒരു ദിവസം അനാമികയെ രേവതി വിളിച്ച് പറയുന്നുണ്ട്, മോളെ നീ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കണം, അവിടുത്തെ സ്വത്തുക്കളാണ് നമ്മളെ ടാർഗറ്റ്, അതൊക്കെ അടിച്ചു മാറ്റിയിട്ടേ അവിടെ നിന്ന് ഇറങ്ങാവൂ എന്ന് പറയുന്നുണ്ട് രേവതി. ഈ സമയത്ത് രേവതിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി വേണു പറയുന്നുണ്ട്, നീ മറ്റേ പയ്യൻ്റെ കൂടെ കറങ്ങി നടന്നതൊക്കെ ആദർശ് വിളിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇനിയെങ്ങനം ഇങ്ങനൊരു സാഹചര്യത്തിൽ ആദർശും അനിയും നിന്നെ കണ്ട പിന്നെ നിനക്ക് അവിടെ സ്ഥാനം ഉണ്ടാവില്ല എന്ന് ഓർക്കണം നീ. അച്ഛാ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എത്രയും പെട്ടെന്ന് ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാനുള്ള ഒരു മാർഗം കണ്ടെത്തിയേ പറ്റൂ. മോളെ, നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ, ഒരു കള്ള ഗർഭത്തിൻ്റെ കഥയും ഉണ്ടാക്ക്. അയ്യോ അച്ഛാ, അത് നടക്കാത്ത കാര്യമാണ്. ഞാനും അനിയും യാതൊരു വിധത്തിലുള്ള ബന്ധമില്ലാന്ന് ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. മോളെ, അതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനാണോ പാട്? അതൊക്കെ നിനക്ക് അമ്മ പറഞ്ഞുതരും എന്നും പറഞ്ഞ് രേവതിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും രാത്രിയിലേ അവൻ ചെയ്തതാന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ കാര്യം നടക്കും. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അമ്മേ? ഡോക്ടറൊക്കെ ചെക്കപ്പിന് പോയാൽ എല്ലാവർക്കും എല്ലാ സത്യവും മനസ്സിലാവില്ലേ? അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് മോള് ടെൻഷൻ അടിക്കണ്ട. നമുക്കൊരു വ്യാജ ഡോക്ടറെ ഇറക്കാം, നമ്മളെ ഫാമിലി ഡോക്ടറാന്നൊക്കെ പറയാന്നേ. മോള് ഗർഭിണിയാന്നറിയുമ്പോഴേ ആ ജാനകിക്കൊക്കെ ഒരുപാട് സന്തോഷമാവും. പിന്നെ മോളെ അനന്തപുരിയിൽ നിന്ന് പുറത്താക്കാൻ ആർക്കും പറ്റില്ല. അനിയും നിന്റെ മുമ്പിൽ മുട്ടുകുത്തിക്കോളും. ആ നന്ദുവിനെ വിവാഹം കഴിക്കാൻ അനക്ക് പിന്നെ ഒരിക്കലും പറ്റില്ലല്ലോ. ഇങ്ങനെ ഒരു കളവ് പറയുന്നതിലൂടെ മോക്ക് എല്ലാ നേട്ടങ്ങളും അനന്തപുരിയിൽ സ്വന്തമാക്കാൻ പറ്റും. അമ്മേ, എനിക്ക് അനന്തപുരിയിൽ അനിയുടെ ഭാര്യയായിട്ട് താമസിക്കാൻ തീരെ ഇഷ്ടമല്ല. എനിക്ക് ഇവിടുത്തെ സ്വത്തുക്കളൊക്കെ വേണമെന്നാ വലിയ ആഗ്രഹം. അത് തന്നെയാ മോളെ എൻ്റെയും വേണുകാട്ടൻ്റെയും ഒക്കെ ആഗ്രഹം. ഈ ആഗ്രഹം നടക്കണമെങ്കിൽ മോൾ ഇങ്ങനെയൊരു നാടകം അനന്തപുരിയിൽ കളിച്ചേ പറ്റൂ. എൻ്റെ അമ്മേ, എന്നാലും അനി അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ഉറപ്പിച്ച് പറയണം അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. അപ്പോൾ എനിക്കും തോന്നിക്കൊള്ളും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുമോ എന്ന്. ശരി അമ്മേ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അനാമിക ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രാവിലെ തന്നെ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ജാനകി കാണുന്നുണ്ട്. അപ്പോൾ അനാമികയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ മുഖത്തൊരു ക്ഷീണം പോലെ? എന്താണെന്നറിയില്ല അമ്മേ, 2-3 ദിവസമായിട്ട് വല്ലാതൊരു ക്ഷീണവും തളർച്ചയൊക്കെ തോന്നുന്നു, ഛർദിയും ഉണ്ട്. ഓ, സത്യമാണോ അനാമികേ? എന്താ അമ്മേ? ഒന്നുമില്ലയെന്ന് പറയുന്നുണ്ട് ജാനകി. ഈ സമയത്ത് ദേവ്യാനി അടുക്കളയിൽ പാചകം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അനാമിക ജാനകിയോട് പറയുന്നുണ്ട്, എന്ത് മണാമ്മേ വരുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അനാമിക ഒമിറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വിചാരിക്കുന്നുണ്ട്, ഇവൾ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്. അനാമിക ഛർദിക്കുന്ന സമയത്ത് ജാനകി പോയി പുറന്തടയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പറ്റിയേ? ഈ സമയത്ത് അജയനെ വിളിച്ച് ജാനകി പറയുന്നുണ്ട്, അതാ അജയേട്ടാ, മോക്ക് മീറ്റിംഗ് ഒക്കെ ഉണ്ട് അത്രേ, ഞാനൊരു മുത്തശ്ശിയാവാൻ പോവാ. അപ്പോഴേക്കും അനാമിക ചെറുതായി നാണിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ. ഇത് കേട്ടുകൊണ്ട് അനി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ജാനകി പറയുന്ന കേട്ടിട്ട് അനി തരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവൾ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാനും ഇവളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, പിന്നെ ഇങ്ങനെ സംഭവിച്ചു എന്ന് ആലോചിച്ച് അനി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താണ് സത്യാവസ്ഥ? ഇനി അന്ന് കണ്ട ഇവളെ കാമുകനായിരിക്കോ ഇവളെ ഗർഭത്തിന് ഉത്തരവാദി? ഇനി അനി എന്തായിരിക്കും ചെയ്യുക? സത്യം തെളിയിക്കാൻ അനിക്ക് പറ്റുമോ? അനാമികയുടെയും രേവതിയുടെയും വേണുവിൻ്റെയും കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ അനിക്ക് പറ്റുമോ? തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.